ലോകത്തിനു മുന്നിൽ ഭാരതം തിളങ്ങുകയാണ്. സംഘികളുടെ നമ്പർ 1 തള്ള് ഡയലോഗാണിത്. അങ്ങനെ തിളങ്ങുന്ന ഭാരതത്തിൽ നിന്ന് ഒരു കാഴ്ച വന്നിട്ടുണ്ട്. അതും BJP ഭരിക്കുന്ന ബീഹാറിൽ നിന്നും. ദേ നോക്കിയേ, പാടലിപുത്ര റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ നടന്ന സംഭവവികാസങ്ങൾ. അവിടെ ജോലി തേടി വന്ന ഉദ്യോഗാർത്ഥികളാണ്. ഏത് ജോലി? പോലീസ് ജോലിക്ക് വേണ്ടി ഉദ്യോഗാർത്ഥികൾ വന്നതാണ്. അവർക്ക് ആ പരീക്ഷയ്ക്ക് എത്താൻ വേണ്ടത്ര ട്രെയിൻ സർവീസുകൾ ഒന്നും ഏർപ്പെടുത്തിയില്ല. ആയിരക്കണക്കിന് പേർ പരീക്ഷ എഴുതാൻ വന്നു. പലർക്കും എഴുതാൻ പറ്റിയില്ല. ഈ രാജ്യത്താകമാനം തന്നെ തൊഴിലില്ലാത്ത വിസ്മയം ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ തേരാപ്പാറ ലോകം ചുറ്റി നികുതിപ്പണം പൊടിച്ച് കളയുന്നു എന്നതിനപ്പുറം ഈ രാജ്യത്തുള്ള ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ദരിദ്രരിൽ നിന്ന് ദരിദ്ര നാരായണന്മാരാകുന്നു. ആർക്കും തൊഴിൽ കിട്ടാത്തൊരു സാഹചര്യം. അങ്ങനെയുള്ളൊരിടത്ത് പോലീസ് ഉദ്യോഗാർത്ഥികളുടെ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ടെത്തിയവർക്ക് പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യം. അതിൽ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തിന്റെ ബാക്കി പത്രമാണ് കണ്ടത്. സ്വാഭാവികമായിട്ടും യുവാക്കൾ ഈ രീതിയിൽ പ്രതികരിക്കുമെന്ന്. കാര്യം വിശ്വഗുരുജി ഭരിക്കുന്നതുകൊണ്ട് ഈ നാട്ടിലുള്ള മനുഷ്യരും വിദേശത്തുള്ളവരെല്ലാം എണീറ്റ് നിന്ന് നമ്മളെ ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ കുമ്പിടുന്നു എന്നാണ് സംഘികൾ തള്ളി മറിക്കുന്നത്. കഴിഞ്ഞ ദിവസം മൈ ഫ്രണ്ട് തന്നെ സ്വന്തം ചരക്ക് കപ്പലിൽ മിസൈൽ ഇട്ട കാര്യം പുറത്തു വരുമ്പോൾ അതിലൂടെ 3 ജവാന്മാർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സംഭവം ഉണ്ടായിട്ടും വാർത്തകളേ അല്ല. സംഘികൾ വച്ച നാവ് എടുത്തിട്ടില്ല. മൈ ഫ്രണ്ട് തന്നെ ഈ തെമ്മാടിത്തം കാണിച്ചപ്പോ എന്താണ് ലോകത്ത് വിശ്വഗുരുവിന് കിട്ടുന്ന സ്വീകാര്യത എന്നാണ് അതിൽ നിന്ന് തെളിയുന്നത്. അതുപോലെ തന്നെ നാട്ടിൽ വിശ്വഗുരുവിന്റെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഓരോ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് ഇവിടെ ഉള്ളവർ ഒന്ന് കണ്ടിരിക്കണം. കാര്യം ഇന്നലകളിൽ ഇവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്ന ഒരു ഭരണ സംവിധാനത്തെ മതം പറഞ്ഞ് അട്ടിമറിച്ചവർ സംഘപരിവാർ മുന്നിൽ നിർത്തിയ മേനോൻ മുഖ്യമന്ത്രിക്ക് അവസരം കൊടുത്തപ്പോൾ ഈ നാട്ടിലേക്കും എന്താണ് വരാൻ പോകുന്നു എന്നതിന്റെ ദൂരവ്യാപകമായിട്ടുള്ള കാഴ്ചയാണ് ആ കാണുന്നത്. സംഘപരിവാറുകാർ ഭരിക്കുന്നിടത്ത് യുവാക്കളെ സംബന്ധിക്കുന്നിടത്തോളം അവർ അരക്ഷിതാവസ്ഥയിലാണ്. രാജ്യത്താകമാനം അതിന്റെ ഫലം കൂടിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടായിരിക്കുന്നത്. ഇത് ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ റിയാലിറ്റിയാണ്. നീറ്റ് പരീക്ഷയായിക്കോട്ടെ, CBSE +2 പരീക്ഷ ആയിക്കോട്ടെ, എന്തിനേറെ പറയുന്നു, ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടേണ്ട പരീക്ഷകൾ പോലും ഈ അവസ്ഥയിലാക്കി മാറ്റി എന്നുള്ളതാണ് ഈ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന വലിയ വികസിത് ഭാരത്. ആ വികസിത് ഭാരതിലെ മനുഷ്യർ ഇവിടത്തെ സിസ്റ്റത്തോട് ഏറ്റുമുട്ടുന്നത് എങ്ങനെയെന്ന് ബീഹാറിൽ നിന്ന് തെളിയുമ്പോൾ കഴിവുകേടുകൾ ചിലത് മറ നീക്കി പുറത്തു വരികയാണ്. നാക്കുകൊണ്ടും വാചകങ്ങൾ കൊണ്ടും സംഭവബഹുലമാക്കുന്നതിനപ്പുറം ഊതിപ്പെരിപ്പിച്ചതാണ് വിശ്വഗുരു സർക്കാർ എന്നതിന്റെ തെളിവാണ് രാജ്യത്താകമാനം യുവാക്കൾ തെരുവിൽ സിസ്റ്റത്തോട് ഏറ്റുമുട്ടുന്ന സാഹചര്യമെന്ന് പറയേണ്ടി വരികയാണ്.